കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ അനധികൃത പോലീസ് പരിശോധനയെന്ന് പരാതി. തിരുവള്ളൂർ സിദ്ദിഖിന്റെ വീട്ടിലായിരുന്നു പരിശോധന. രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു നടപടി. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ വരെയും പോലീസ് പരിശോധന നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. വേണമെങ്കിൽ അടിവസ്ത്രം വരെയും തപ്പി നോക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് റെയ്ഡ് പാതി വഴിയിൽ നിർത്തുകയായിരുന്നു. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ ആളുകൾ ഇതിനകത്ത് കയറാൻ പാടില്ല. ഇവിടെ കുഞ്ഞിനെ പറ്റിയ അമ്മയുടെ മാനസികത പറ്റിയ ഞങ്ങൾ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ ഉയർന്നത്. ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി നടന്ന കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തുന്നു. അതും ഒരു പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ വരെയും പരിശോധന നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവത്തിന്റെ വസ്തുത എന്താണ്? വലിയ പ്രതിഷേധമായിരുന്നല്ലോ രാത്രിയിൽ ആ പോലീസും അതായത് യൂത്ത് കോൺഗ്രസും തമ്മിലൊരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങിയ സാഹചര്യം ഉണ്ടായോ? ടോം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ ചാലിയങ്കടവ് ഭാഗത്ത് LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ചാലിയങ്കടവ് സ്വദേശിയായ സിദ്ദിഖ്. ഈ സിദ്ദിഖ് ഈ സംഭവത്തിന് ശേഷം മറ്റ് ചില പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ ഒളിവിൽ കഴിയുകയാണ്. ഇയാൾ വീട്ടിലുണ്ട് എന്ന ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ സ്ഥലത്തെത്തിയത്. പക്ഷേ രാത്രി ഏതാണ്ട് 11 അർദ്ധരാത്രി എന്ന് പറയാൻ കഴിയും. ആ സമയത്താണ് പോലീസ് ആ വീട്ടിലെത്തിയത്. ആ സംഘം എത്തുമ്പോൾ സ്ത്രീകൾ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വീടിനുള്ളിൽ കയറി തെരച്ചിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് അവർ എത്തി. ഈ സിദ്ദിഖിന്റെ ഭാര്യ ഏതാണ്ട് 20 ദിവസം മുമ്പാണ് പ്രസവിച്ചത്. ആ കുഞ്ഞടക്കം ആ വീട്ടിൽ ഉള്ള അല്ലെങ്കിൽ ആ ഭാര്യ ഉള്ള മുറിയിലേക്കാണ് ഈ പോലീസ് അതിക്രമിച്ച് കയറിയെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഒപ്പം ഈ ഭാര്യയോടടക്കം അപമര്യാദയായി പെരുമാറി അടിവസ്ത്രം അഴിച്ച്, അതായത് അടിപ്പാവാടയ്ക്കുള്ളിൽ പോലും പരിശോധിക്കുമോ എന്ന് പോലീസ് ചോദിച്ചു എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ച് വരികയും പോലീസുമായി വലിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ പോലീസ് റെയ്ഡ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങേയറ്റം മോശമായ പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് പ്രാദേശിക നേതാക്കൾ പറഞ്ഞത്. ഒപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. CPM-ന്റെ തിരക്കഥയ്ക്കൊത്ത് പോലീസുകാർ അഭിനയിക്കുന്ന ഒരു രംഗമാണ് വടകരയിൽ അല്ലെങ്കിൽ കുറ്റ്യാടി പ്രദേശങ്ങളിലൊക്കെ കാണുന്നതെന്ന് അവർ പറയുന്നു. വ്യാപകമായ രീതിയിലുള്ള കള്ളക്കേസുകളാണ് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ എടുത്തിരിക്കുന്നത്. പല ഇടങ്ങളിലും പാർട്ടി പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ മർദ്ദനം CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. അതിന് CPM-ന് പോലീസ് ഒത്താശ ചെയ്യുകയും ചെയ്യുന്നുവെന്നും പറയുന്നു. എന്തായാലും SP-ക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന ഒരു മുന്നറിയിപ്പും അവർ നൽകുന്നു. പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിലെ UDF സ്ഥാനാർത്ഥി അടക്കം വടകര SP-ക്ക് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. പരാതിയിൽ ഉടൻ ഈ പോലീസുകാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയും ഒപ്പം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിരിക്കുന്നു. അതേസമയം ഈ പ്രതി വീട്ടിലുണ്ട് എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീട്ടിലെത്തിയതെന്നാണ് CPM പ്രവർത്തകർ ആരോപിക്കുന്നത്. വീട്ടിൽ ഉള്ള ആളെ പോലീസ് പിടികൂടാതിരിക്കാനാണ് കൃത്യമായ ഒരു നാടകം
പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ നാടകത്തിനിടയിൽ ഇയാൾ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്ന ആരോപണവുമായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് പോലീസ് അവിടെ നിന്നും പിന്തിരിഞ്ഞത്. ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ UDF ഇത് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്. അടിയന്തരമായി തന്നെ ഈ വീട്ടിൽ അർദ്ധരാത്രിയിൽ റെയ്ഡിലെത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ടോം, തീർച്ചയായും ഇതൊരു വരും ദിവസങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ? കാരണം പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഈ പ്രതിയെ പിടികൂടാനെന്ന രീതിയിൽ അവിടെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വനിതാ പോലീസുകാരടക്കം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് പോലീസിൻ്റെ നീക്കം, ഈ പരിശോധനയൊക്കെ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പരാതിയിന്മേൽ പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ അനീഷ്? പോലീസ് നൽകുന്ന വിശദീകരണം, അതായത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നൽകുന്ന വിശദീകരണം, ഈ ചാനിയങ്കടവ് ഭാഗത്തുണ്ടായ സംഘർഷത്തിൽ പങ്കില്ലാത്ത ആളാണ് സിദ്ദിഖ്. മറ്റ് ചില ആളുകൾ, ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ സംഘർഷ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവരെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഒന്നും ഒരു തരത്തിലുമുള്ള എതിർപ്പ് പാർട്ടിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ആ സംഭവ സമയത്ത് സ്ഥലത്ത് ഉണ്ടാവാത്ത അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഒരു തരത്തിലും പേര് ചേർക്കപ്പെടാണ്ടാത്ത സിദ്ദിഖിനെ ഇതിൽ ഉൾപ്പെടുത്തിയതിലാണ് തങ്ങൾക്ക് വിരോധമെന്ന് അവർ പറയുന്നു. തികഞ്ഞ ഒരു കള്ളക്കേസ് എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിനെ കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കേവലം ഈ 20 ദിവസം പ്രായമായ കുഞ്ഞുള്ള വീട് എന്നതിനപ്പുറം ഒരു കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന രീതിയിൽ കൂടിയാണ് ഇതിനെ കണക്കിലെടുക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വീണ ജോർജിന് കണ്ണൂരിൽ വെച്ച് മർദ്ദനമുണ്ടായ അല്ലെങ്കിൽ മർദ്ദനമേറ്റു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട KC നേതാവിന്റെ ആ വീട്ടിലേക്ക് ബോംബാക്രമണം നടന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നും CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തമ്മിൽ ഒരു സംഘർഷത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിയിരുന്നു. ഒപ്പം നാദാപുരം, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര പോലുള്ള ഇടങ്ങളിൽ പലപ്പോഴും ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ പലയിടത്തും പോർവിളികൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. എന്തായാലും അത്തരം സംഘർഷങ്ങളുടെ ഒരു തുടർച്ചയെന്ന് തന്നെ വേണം നമുക്കിതിനെ കരുതാൻ. ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഒരുപക്ഷെ നടന്നതും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവങ്ങൾ നടന്നതും ഈ വടകര, നാദാപുരം പോലുള്ള പ്രദേശങ്ങളിലാണ്. അത്തരം സംഘർഷങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഒരുപക്ഷെ ഇനി വരും ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസത്തേക്കും മറ്റുമൊക്കെ നീങ്ങുമ്പോൾ പോലീസ് കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലം എത്തുമ്പോഴും വലിയ ഒരു ജാഗ്രത അനിവാര്യമാണ്. കാരണം ഇരുപക്ഷവും വിജയം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ വിജയിക്കാത്ത പക്ഷം എതിർപക്ഷത്തിനു മേൽ വലിയ തോതിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള ഒരു സാഹചര്യവും തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഫലം വന്നപ്പോഴും ഒക്കെ സമാനമായ രീതിയിൽ തന്നെയുള്ള സംഘർഷങ്ങൾ ചെറുതും വലുതുമായതൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു തുടർച്ചയെന്ന് വേണം നമുക്കിതിനെ കരുതാൻ. ഒരുപക്ഷെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റുമൊക്കെ ഭാഗത്തുനിന്നും വൈകാതെ തന്നെ ഉണ്ടാവേണ്ടിയും ഇരിക്കുന്നു. വ്യക്തമാണ്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പാർക്കൽ അബ്ദുള്ളയുടെ പ്രതികരണം പുറത്തു വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച്, അതായത് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് UDFും യൂത്ത് കോൺഗ്രസും ഉന്നയിക്കുന്നത്. ഞാട്ടം നടക്കുകയാണ്. അത് CPMും പോലീസും ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയൊരു കലാപത്തിനുള്ള ശ്രമം നടത്തുന്നു കുറ്റ്യാടിയിൽ. അതായപ്പോഴുള്ള സാഹചര്യം കഴിഞ്ഞ 7-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പ്രവർത്തകരെ ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുകയും തലയടിച്ച് പൊട്ടിക്കുകയും അങ്ങനെ 308 ഇട്ട് കേസെടുക്കുകയും ചെയ്തു പോലീസ്. ചാനിയംകടവിൽ, കുറ്റ്യാടി ചാനിയംകടവിൽ. അന്ന് ഞങ്ങളൊക്കെ പോലീസുമായി ബന്ധപ്പെട്ടു. ഏകപക്ഷീയമായി CPM ആണ് ഇത് ചെയ്തത് എന്ന് പോലീസിന് ബോധ്യമായി. ഞങ്ങളുടെ ഫ്ലക്സ് ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പരാതി കൊടുത്തു എന്നല്ലാതെ അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടായില്ല. അതേ അവസരത്തിൽ വീണ്ടും ഞങ്ങൾ ഫ്ലക്സ് വെച്ചപ്പോൾ അത് വീണ്ടും നശിപ്പിക്കുന്ന വീണ്ടും ഫ്ലക്സ് വെക്കാൻ പോയപ്പോഴാണ് മാരകമായി ഇരുമ്പ് വടി ഇതൊക്കെ എടുത്ത് വന്ന് തലക്കടിച്ച് തല പൊട്ടി സ്റ്റിച്ചുണ്ടായി പരിക്ക് പറ്റി ആശുപത്രിയിൽ 2-3 ദിവസം ഈ കുട്ടികൾ കിടക്കേണ്ടി വന്നു. അന്ന് ഞങ്ങൾ പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞു കൃത്യമായി നടപടിയെടുക്കും. ഞങ്ങൾ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത് ജാമ്യം കിട്ടുന്ന ഒരവസ്ഥ ഇല്ല. 307 ഉണ്ട്, ഒപ്പം റോബറി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും
ജാമ്യം കിട്ടില്ല. പക്ഷേ സംഭവിച്ചെന്താ, പിറ്റേ ദിവസം വൈകുന്നേരം സ്റ്റേഷനിൽ ഇവരെ പ്രതികളെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ബെയിൽ കൊടുത്ത് വിട്ടു. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് രാത്രിയിൽ റെയ്ഡ് നടത്തിയതിനെതിരെയാണ് UDF ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ ഉൾപ്പെടെ പോലീസ് കയറിയെന്നും അനധികൃതമായിട്ടുള്ള പരിശോധന നടത്തിയെന്നുമാണ് ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.